നമ്മൾ സംസാരിക്കുന്നത് പലതരം ടോൺ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും സംസാരിക്കുന്നത് ഒരു കാര്യത്തിന് മറ്റുള്ള ആൾ കൺവേ ചെയ്യാൻ, ആ ഇമോഷൻ കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടോൺ ഉപയോഗിച്ചിട്ടാണ്. ടാമ്പർ വ്യത്യാസമുണ്ട്. അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ നല്ല അച്ഛനും അമ്മയും തല്ലി വളർത്തിയൊരു കൊച്ചാണെന്ന് വിചാരിക്കുക. ആ കുട്ടി ഇപ്പോൾ അവൻ നിന്നോട് സംസാരിക്കാൻ വലുതായപ്പോൾ പറയാണ്, എൻ്റെ അച്ഛനെന്നെ അമ്മയൊക്കെ നല്ല തല്ലിയിട്ടുണ്ടാകും ചെറുപ്പത്തിൽ, ടോണ് മാറി. അതേ മാറിയിട്ട് എൻ്റെ അച്ഛനമ്മേനെ നല്ല തല്ലിയിട്ട് വളർത്തി, ദേഷ്യം, ടോണ് മാറി. ഇനി അത് മാറിയിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തല്ലുകൊണ്ട്, ആ ടോൺ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് ടോണ് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെന്ത് ഇമോഷനാണ് എന്താ ചെയ്യുന്നത്. ഇതേ സാധനത്തിന് മ്യൂസിക്കൽ ടേംസിൽ പറഞ്ഞാൽ സ്കെയിലുകൾ എന്ന് പറയാം. അതായത് മൈനർ സ്കെയിൽ, മേജർ സ്കെയിൽ. ഹാപ്പിനെസ്സും ഈ എക്സൈറ്റ്മെൻറ്റും ഇമോഷനും വർക്കാവണമെങ്കിൽ നമ്മൾ മേജർ സ്കെയിൽ കൊടുത്താൽ മതി. ഇനി സങ്കടം വർക്കാവണം, അല്ലെങ്കിൽ അവിടെ സീരിയസ് ആയിട്ട് സാധനം വർക്കാവണമെങ്കിൽ മൈനർ സ്കെയിൽ കൊടുത്താൽ മതി. മ്യൂസിക്കൽ ടീച്ചേഴ്സ് പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതേ സാധനം ഒരു മൂന്നാമത്തെ സാധനമാണ് ഋതം, താളം. അതായത് നമുക്ക് മെലഡി പാട്ടിൻ്റെ താളമല്ല ഫാസ്റ്റ് ബേസിന്. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ നമ്മൾ മെലഡി കേൾക്കുമ്പോൾ ശാന്തനായിരിക്കുന്നതും പൂരങ്ങളിലും അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുന്നത്, തുള്ളിച്ചാടുന്നത്.